ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ആർക്കല്ല കേട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞ്. ഇവിടെ ഒരാളിങ്ങനെ കിടക്കുക, വെയിലൊക്കെ കൊണ്ട് ഭയങ്കര ഒരു സുഖത്തിൽ കിടക്കുക. രാവിലത്തെ വെയിലൊക്കെ കൊണ്ടു ബോഡിയൊക്കെ ഒന്ന് ഉഷാറാക്കുക. നമുക്ക് പോലും ഇല്ല നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഇത്രയും ഒരു ഒരു കെയർ. അതൊക്കെ കണ്ടില്ലേ, ബോഡി സൂക്ഷിക്കുന്ന ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, അവർ ബോഡിയൊക്കെ വൃത്തിയാക്കുന്ന കാണാം. ഇത്ര രസമാണെന്നറിയോ. പൂച്ചകൾ, മൃഗങ്ങൾ അവരുടെ ശരീരത്തിനെ മാക്സിമം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന രീതിയുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞൂസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഞാൻ അടുത്ത് ചെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓടല്ലേ ഓടല്ലേ കുഞ്ഞൂസേ, ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. ഇവരൊന്നും എൻ്റെ കൂടെ കൂടില്ല കേട്ടോ. ഞാൻ ശരിയല്ല എന്നവർക്ക് തന്നെ അറിയാം. പൊക്കളഞ്ഞു 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 പാവത്തിൻ്റെ. അവിടെ വേറൊരാളുണ്ട് കേട്ടാ. അമ്മയാണ് കേട്ടാ. കുഞ്ഞുങ്ങളുടെ അമ്മയും അപ്പോൾ അവിടെ ഉണ്ട്. ആ അമ്മക്കുട്ടി ഇവിടെ ഉണ്ട്, കൂടെ 2 കുഞ്ഞുങ്ങളും. അത് ശരി, അമ്മയും മക്കളും കൂടെ രാവിലെ വെയിൽ കൊള്ളാൻ ഇറങ്ങിയതാണല്ലേ. ഫോറിനേഴ്സിനെയൊക്കെ കടത്തി വെട്ടും കേട്ടാ. നല്ല ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ആൾക്കാരാ. ആഹാ, അതും മുങ്ങി, 2 പേരും മുങ്ങി. ഇതിനിടയിലേക്ക് ഒളിച്ചിരിക്കുക കേട്ടാ. ഇതിനിടയിലേക്ക് 2 മുങ്ങി. ഇതൊക്കെ നമുക്ക് പറ്റുന്ന പാവങ്ങൾ സ്വതന്ത്രമായിട്ടിരുന്ന് വെയിൽ കൊണ്ട് കിടക്കുമായിരുന്നു കേട്ടാ. വിഷമം തോന്നിപ്പോന്നു. സോറി ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഏതാ വീഡിയോ ചെയ്യേണ്ടതെന്നറിയില്ല. നല്ല തെളിഞ്ഞ ഒരു പ്രഭാതം, തെളിഞ്ഞ ഒരു ജീവിതവും നാളെയും ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ. നോക്കിക്കേ, ആകാശമൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കാലാവസ്ഥ. എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കൽ ഒരു വീഡിയോ പറ്റൂ. വീട്ടിൽ സംഭവങ്ങളെല്ലാം കുറഞ്ഞിരിക്കുക. ഒരു തട്ടിക്കൂട്ടൽ സംഭവം എന്തെങ്കിലും ഉച്ചയ്ക്കാക്കണം. അത് നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ കിച്ചണിലെത്തി. ഞാൻ ഇന്നങ്ങ് ഒരു എഡിറ്റും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഇടാ ചെയ്യുന്നത്. ഉച്ചയ്ക്കെത്തത് സത്യം പറഞ്ഞാൽ ഇറച്ചിയിരിപ്പില്ല, മീനില്ല, ഒന്നുമില്ല. എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് മലേഷ്യയിലാണ് കേട്ടോ. സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റിൽ പോകുന്ന കുറേ നാളുകളാണ്. അവിടെ ലോക്ക്ഡൗൺ 1 വർഷം കൊണ്ട് മലേഷ്യ ഫുൾ ലോക്ക്ഡൗണിലാണ്. പിന്നെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ച് വന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിൻപറ്റി ജീവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഉള്ളതിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇടുന്ന വീഡിയോസിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, എടുക്കുന്നു. പക്ഷേ വളരെ മാക്സിമം ചുരുക്കി തന്നെയാണ് ഞാൻ ഓരോ ദിവസങ്ങളും കൊണ്ടുപോകുന്നത്. വീഡിയോസ് ഇടുമ്പം അതിനെ നമ്മളൊരു പബ്ലിക്കായിട്ട് ഇടുന്ന സംഭവമല്ലേ, അതിനൊരു കൂട്ടാനായിട്ട് ഞാൻ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് സംഭവം പറഞ്ഞാൽ സവാളയില്ല, മുട്ട റോസ്റ്റ് ആക്കാൻ വേണ്ടി ഇരുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമുക്ക് മന്ത്ലിയുള്ള ഇൻകത്തിൽ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളെ ബാധിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ബാധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഞാൻ. ആ കൂട്ടത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ. അതിനൊരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന്, ആവശ്യമില്ലാത്ത ഇല്ലെങ്കിൽ ഭയങ്കര ഓവർ തിങ്കിങ്ങാണ്, അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് നോക്കുമ്പം സംഭവങ്ങളൊക്കെ കാലിയാണ്. ഉള്ളത് കൊണ്ട് ഒപ്പിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ സംഭവങ്ങളുള്ളതെന്നുള്ളത്. എന്തായാലും 2 ചായക്ക് വെച്ചിട്ടുണ്ട് സംഭവം. 2 ഗ്ലാസ് ചായക്കുള്ള പാലും
വെള്ളവും തേയിലയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ അവശേഷിപ്പുകൾ ഇത് 2 എണ്ണമാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനെ കൊണ്ട് നമുക്ക് ഒപ്പിച്ച് ഒരു കറിയാക്കണം. സവാള പൂർണ്ണമായിട്ടും ഇല്ല. കഴിഞ്ഞ ദിവസം കുറച്ച് മാവ് അപ്പത്തിനായിട്ട് ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മാവും ഉണ്ട്, അപ്പത്തിനുള്ള മാവുണ്ട്. ഇത് രക്ഷപ്പെട്ടു. ഇതിൽ നിന്നൊരു കറിയും ഒന്ന് തട്ടിക്കൂട്ടണം. അത്ര ഫ്രഷ് ഉരുളക്കിഴങ്ങൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള ഇത്രയും സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു തരക്കേടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ നമുക്കൊന്ന് റെഡിയാക്കിയാലോ. നമ്മുടെ ചായ തിളച്ച് കഴിഞ്ഞു. ചായ പലരും പല രീതിയിലാണ് ഇടുന്നത് കേട്ടോ. നല്ല കടുപ്പമുള്ള ചായയാണ് നമ്മളെ വീട്ടിൽ പൊതുവേ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാണ്. നല്ല സ്ട്രോങ് ടീ നല്ല ചൂടോടുകൂടി രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഉന്മേഷം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ ഒരു തട്ടിക്കൂട്ടൽ കറി എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു മുട്ടയും ഫ്രിഡ്ജിലിരിക്കുന്നു. ഇത് വെച്ച് ഈ 2 ഉരുളക്കിഴങ്ങും വെച്ച് ഒരു കറി എങ്ങനെയാക്കാം, അതിൻ്റെ കൂടെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒപ്പിക്കൽ കറിക്കായിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഒരു യെല്ലോ കളറിലുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊട്ടാറ്റോ കറി അപ്പത്തിൻ്റെ കൂടെ സാധാരണ വെക്കുന്നതാണ്. അതുപോലെ തന്നെ അത്ര ഫ്രഷായ ഉരുളക്കിഴങ്ങല്ല, ടേസ്റ്റ് കാണുമോയെന്ന് അറിയില്ല. കുറച്ച് മല്ലിപ്പൊടി, ഒരുപാട് കൂടാൻ പാടില്ല. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്ന. ആവശ്യത്തിന് ഉപ്പും. വെളിച്ചെണ്ണ പോലും ഇത്ര വെളിച്ചെണ്ണയേ ഉള്ളൂ. ഉച്ചയ്ക്ക് കൂടി ഇതുകൊണ്ട് ഒപ്പിക്കണം. അതുകൊണ്ട് താളിക്കൽസൊക്കെ കുറച്ചിട്ട് മാക്സിമം നമുക്ക് കുറഞ്ഞ രീതിയിൽ ഒരു അധികം കുഴപ്പമില്ലാത്ത ഒരു കറിയെ എങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാൻ അതിലേക്കായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളെ തളർത്താൻ പറ്റില്ല. ഒരു ലോക്ക്ഡൗണിനും ഒരു കോവിഡിനും ഏത് കാലഘട്ടത്തിലും നമ്മൾ ജീവിക്കും അല്ലേ. മലയാളികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇതിലേക്ക് കുറച്ച് പട്ട മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് എൻ്റെ ഒരു മാമി പറഞ്ഞത് ടിപ്പ്. അങ്ങനെയുള്ള കറികൾക്ക്, കടലക്കറിക്കൊക്കെ നമ്മളത് ഗരം മസാല ഇട്ടില്ലെങ്കിലും വെറും പട്ട മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിൽ സംഭവങ്ങളെ ഇട്ട് കൊടുക്കുക. നമുക്കിതിനെ ഒരു സൂപ്പർ കറിയാക്കി എടുക്കാമേ. ഓക്കെ, അതിന് കുക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒപ്പിക്കൽ കറിയെ കാണാം. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ സിമ്പതി പിടിച്ചു പറ്റാനോ ഒന്നുമല്ല. എന്നെക്കാൾ പ്രശ്നത്തിലുള്ള ആൾക്കാരുണ്ട്, നമ്മളെക്കാൾ പ്രോബ്ലത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം തിരിച്ചറിവ് എനിക്കുണ്ട്. ആ ഒരു സമാധാനം ആ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത്. മനസ്സിലായോ? നമ്മളെക്കാൾ സ്ട്രഗിൾ ചെയ്യുന്നവർ, നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവർ നമുക്ക് ചുറ്റുമുള്ളത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമേ അല്ല എന്ന് തോന്നിപ്പോകും. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ, ആ ഒരു സമാധാനത്തിൽ, ആ ഒരു തിരിച്ചറിവിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ അപ്പം ഓൺ പ്രോസസ്സിങ്ങിലാണ്. ഉണ്ടാ കൈ കൊണ്ട് തന്നെ ഇളക്കി, നല്ല ഈസിയാണ്. ഓക്കെ, കറി ഓൺ പ്രോസസ്സിംഗ്. 2-3 കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് സെറ്റാക്കി കാണാം. ഉരുളക്കിഴങ്ങ് കറിയിൽ ഒരു സംഭവം കൂടി ഇനി ചേർക്കണം കേട്ടാ. ഒരു പൊടിപ്പിന് ഇരിക്കട്ടെ, അതും കൂടെ ഒരു മുട്ട ഇരിപ്പില്ലേ, അതിന് നമുക്ക് അതിൽ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ടൽസ് ബ്രേക്ക്ഫാസ്റ്റ്, തട്ടിക്കൂട്ടൽസ് ഒന്നും അല്ല കേട്ടോ, ഉള്ളത് തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെ
നന്ദി പറയുക. ഇതുപോലും ഇല്ലാത്തവരെത്രയോ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ കൂടെ ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ കൂടെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ, ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം, പുഴുങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്പെഷ്യലൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വെറൈറ്റി ഒരു കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതിൽ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്ലൈസ് ആക്കി ഇട്ടിരിക്കുന്നുണ്ടോ, ഒരു മുട്ടയും കൂടി അവിച്ചിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് സ്ലൈസ് ആക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇത്തിരി പഴയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതും കൂട്ടി ഒരു ചൂടോടുകൂടി ഒരു കോഫിയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാ, കാര്യം ഉഷാറാ. സംഭവം സൂപ്പറാന്ന് പറയത്തില്ലേ. ഞാൻ തനിച്ചെടുക്കുന്നുണ്ടേ, നല്ല ബുദ്ധിമുട്ടുണ്ടേ കാണിക്കുന്നതിനൊക്കെ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ, നല്ല ടേസ്റ്റാട്ടോ ഈ കറി, ഭയങ്കര ടേസ്റ്റ്. നിങ്ങളൊന്ന് വെച്ച് നോക്കുക ഒരു ദിവസം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി. ആ സ്ലൈസ് ആയിട്ടുള്ള മുട്ടയും കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ചലഞ്ചിലുള്ള ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഈ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ എന്താ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ ആ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ വളരെ വളരെ ആഗ്രഹത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് എനിക്ക് പുറത്തു പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ചാനലാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, മാക്സിമം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മനസ്സങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. വീണ്ടും ഞാൻ കുറേ ദിവസങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. ഡിസപ്പോയിൻറ്റഡ് ആവും, വീണ്ടും ഞാൻ കരുതില്ല, എനിക്കൊരു സമയം വരും, എന്നെക്കൊണ്ട് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു കാലത്തെ നമുക്ക് മറികടക്കാൻ കഴിയും എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ബൈ പറയുന്നു. ഞാൻ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇടുകയാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രാവിലെ നടന്ന കുറച്ച് കാര്യം. ഓക്കെ, അതെന്തിനാ എഡിറ്റിംഗ്. ഓക്കെ, ബൈ.